അവരെ ചേർത്ത് തോൽപ്പിക്കേണ്ടത് ഗോപാൽജിയുടെ ആവശ്യമാണ്. ഗോപാൽജിക്ക് സംഭവിക്കുന്ന നഷ്ടങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലമാണെന്ന് കരുതിയാൽ മതി. ഇനി ഈ കാര്യം പറഞ്ഞ് എന്നെ വിളിക്കരുത്. ഗോപാൽജിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞല്ലേ ഗിരി കൂടെ നിൽക്കില്ലാന്ന്. ഗോപാൽജി ആള് കൊള്ളാലോ. പണ്ട് ശങ്കരനെ ഉപയോഗിച്ചെല്ലാം വെട്ടിപ്പിടിച്ചതുപോലെ ഇപ്പൊ ഗിരിയെ ഉപയോഗിക്കാനുള്ള പരിപാടിയായിരുന്നല്ലേ? കൊള്ളാം. പക്ഷേ ഗിരിക്ക് ശങ്കരനേക്കാൾ ബുദ്ധിയുണ്ട്. അവനെ ഗോപാൽജി ഉപയോഗിച്ചതിന് ശേഷം ഒഴിവാക്കാന്ന് കരുതിയത് തെറ്റായിപ്പോയി. അവന് ഗോപാൽജിയുടെ എല്ലാ കളികളും മനസ്സിലായില്ലേ? ശങ്കരനോട് ഗോപാൽജി ചെയ്ത ദ്രോഹത്തിന് പകരം ചോദിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചത് ഗിരിയെ ആയിരിക്കും. ശങ്കരനെ കൊന്നത് ഗോപാൽജി ആണെന്ന് ഒരിക്കലും അവൻ അറിയരുതെന്ന് പ്രാർത്ഥിച്ചോളൂ. താനായിട്ട് അവനെ അറിയിക്കാതിരുന്ന മാത്രം മതി. ഞാനത് പറയാതിരിക്കുന്നതല്ലേ എനിക്ക് ലാഭം. മറ്റേതെങ്കിലും വഴി ഗിരി അത് അറിഞ്ഞാൽ അതെനിക്ക് നഷ്ടമല്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ പേടിക്കണ്ട. ഗോപാൽജി, എന്റെ അക്കൗണ്ടിൽ കാശ് വീഴുന്നിടത്തോളം കാലം എനിക്ക് നിങ്ങളുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല. പോട്ടെ. എല്ലാ വശത്തുനിന്നും പ്രശ്നങ്ങളാണല്ലോ ഭഗവാനെ.